വണ്ടി ശ്രദ്ധിക്കാതെ കറക്റ്റ് സമയത്ത് സർവീസൊന്നും ചെയ്യാതെ റാഷായിട്ടൊക്കെ ഓടിച്ച് നടന്നാൽ മൈലേജ് ഭയങ്കര ഷോർട്ടായിരിക്കും. ഹലോ ഗായ്സ്, വെൽക്കം ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മൈലേജ് ടെസ്റ്റാണ്. അതായത് നമ്മൾ FC 220 കാർബറേറ്റർ സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളന്ന് കറക്റ്റ് ഒരു മൈലേജ് നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ടാങ്ക് മുഴുവൻ കാലിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് 2 ലിറ്റർ പെട്രോൾ ഉണ്ടായിരുന്നു, അത് മുഴുവൻ മാറ്റി. ഇനി നമ്മൾ 1 ലിറ്റർ പെട്രോൾ ഇതിനകത്ത് ഒഴിച്ചിട്ട് എത്ര കിലോമീറ്റർ ഓടും നമ്മൾ ട്രിപ്പ് വെച്ച് നോക്കുന്നു. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് അനിയനുണ്ട്. മാസ്ക് മാറ്റിക്കാതെ കാണട്ടെ. സ്വന്തം അനിയനാണ്. അപ്പോൾ ഇവനും ഉണ്ട്. ഞങ്ങളിന്ന് കോട്ടയം പോകാനുള്ള പരിപാടിയാണ്. ഇവർക്കൊരു ചാനലുണ്ട്, അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നാളത്തെ രീതിയിൽ കാണിക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇനിയും 1 ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ട് നേരെ നമുക്ക് പോയി നോക്കാം എത്ര ഓടുമെന്ന്. വണ്ടി ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. ഉണ്ട്, ഇത്രയും പെട്രോൾ കുറച്ച് നമ്മുടെ കാർബറേറ്റർ കിടപ്പുണ്ട്, അത് നമുക്ക് ആദ്യമേ തീർക്കാം. എൻ്റെ അമ്മ ഇവിടെ വന്നപ്പോൾ തീർന്ന്. തീർന്നു. തീർന്നു. അപ്പോൾ ഓക്കെ ഗായ്സ്, ഇതേ നമ്മൾ പെട്രോൾ തീർത്തിട്ടുണ്ട്. നമ്മൾ കുറേ ഓടേണ്ട വന്നു, എന്നാലും നമ്മൾ പെട്രോൾ തീർത്തതേ. വണ്ടി സ്റ്റാർട്ടാകുന്നില്ല, ഒരു തുള്ളി പോലും പെട്രോൾ ഇല്ല. നമുക്കിനിയും ദൂരിയിട്ട് പെട്രോൾ ഫില്ല് ചെയ്യാം. ഒരു തുള്ളി പെട്രോൾ ഉള്ള ഗായ്സ്, നമുക്കിനി പെട്രോൾ ഇതേ ഫില്ല് ചെയ്യാൻ പോവാണ്. ഇതേ 1 ലിറ്ററിൻ്റെ പെട്രോള്. പിന്നെ 1 ലിറ്ററിൻ്റെ പെട്രോൾ ഒഴിച്ചിട്ട് നമ്മൾ ട്രിപ്പ് 0 ആക്കിയിട്ട് ഇത്രയും പെട്രോൾ എന്തെങ്കിലും ഓടുമെന്ന് നമുക്ക് നോക്കാം. ഇത് കൈ പിടിച്ചോണേ. ഓക്കെ ഗായ്സ്, ഇതേ ഫുള്ള് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് റിസർവയർ ഇട്ടിട്ട് ട്രിപ്പ് ആദ്യമേ നമുക്ക് സെറ്റ് ചെയ്യാം. ട്രിപ്പ് ഇതേ ഇപ്പം സീറോ ആക്കി ഗായ്സ്. ഇനി നമുക്ക് പോയി നോക്കാം. ഓക്കെ, വണ്ടി സ്റ്റാർട്ടായി. അപ്പോൾ നമുക്ക് നേരെ പോയി നോക്കാം. പുള്ളി കോമഡിയാണ് കാശ്, ഏതോ ഒരു പുള്ളി അന്യായ കോമഡിയാണ്. അപ്പം ഇങ്ങനെയൊന്നും ആരും വണ്ടി ഓടിക്കരുത് കേട്ടോ, ബാക്കിയുള്ളവർക്കും കൂടെയാണ് ഇതിൻ്റെ പണി മേടിച്ച് കിട്ടുന്നത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ പരിപാടി നമുക്ക് നോക്കാം. 1 ലിറ്ററിലാണ് കാശ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രിപ്പ് 0 നമ്മളൊരു എക്കണോമിക്കലി സ്പീഡിലാണ് പോകുന്നത്. ഒരു 50, 55, 50 ആ റേഞ്ചിലൊക്കെ വെച്ചാൽ നമ്മൾ പോകുന്നുള്ളൂ. ഓവർ സ്പീഡിലൊന്നും പോകുന്നില്ല. അമ്പത്തഞ്ചിന് നമ്മൾ 60 വരെ കയറി. അത് ജസ്റ്റ് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ നമ്മൾ ആ സ്പീഡിൽ ഓടിക്കുന്നില്ല ഗായ്സ്. ഞാൻ വീഡിയോ ഫുള്ളായിട്ട് ഇങ്ങനെ എടുത്തു പോകുന്നില്ല കാശ്, നിങ്ങൾക്കത് ലാഗാവും എങ്ങനെയാണേലും. അതുകൊണ്ട് നമ്മൾ ഓരോ പാർട്ടായിട്ട് നമുക്ക് കാണിക്കാം. ഞാനത് വേറെ പെട്രോളൊന്നും ഒഴിക്കുന്നൊന്നുമില്ല കാശ്,
കറക്റ്റുള്ള ജെനുവിൻ ആയിട്ടുള്ള മൈലേജ് എത്രയാണെന്ന് നമ്മൾ കാണിക്കും. അപ്പോൾ നമുക്ക് ഇനിയും കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കാണാം. പിന്നെ ഗായ്സ്, നിങ്ങൾ മൈലേജ് നല്ലപോലെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ കറക്റ്റ് സമയത്ത് നമ്മുടെ എയർ ഫിൽറ്റർ മാറണം, അതുപോലെ ചെയിനൊക്കെ നമ്മൾ ലൂബ് ചെയ്യണം, ടൈറ്റ് ചെയ്യേണ്ട സമയത്ത് ടൈറ്റ് ചെയ്യണം, എയർ ശ്രദ്ധിക്കണം. അതെല്ലാം ശ്രദ്ധിച്ചാൽ നല്ലൊരു മൈലേജ് നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. പിന്നെ റാഷായിട്ട് ഓടിക്കുന്നത് കഴിവതും കുറയ്ക്കുക, എങ്കിലേ കാര്യമുള്ളൂ. ഇവിടെ ബ്ലോക്ക് പോലെ എന്തോ ഫ്രണ്ടിലെ വണ്ടി എന്തോ ബ്ലോക്ക് ആക്കുന്നതാണ്. നല്ല വെയിലാണ് കാശ്, ഒടുക്കത്തെ വെയിലാണ്. ഗായ്സ്, ദേ നമ്മൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദേ കൊടുങ്ങൂരായി, കോട്ടയം റോഡാണ് പൊക്കോണ്ടിരിക്കുന്നത്. 25.4 കിലോമീറ്ററായി. വണ്ടി ശ്രദ്ധിക്കാതെ കറക്റ്റ് സമയത്ത് സർവീസൊന്നും ചെയ്യാതെ ക്രാഷായിട്ടൊക്കെ ഓടിച്ച് നടന്നാൽ മൈലേജ് ഭയങ്കര ഷോർട്ടായിരിക്കും. ഇതിപ്പം നമ്മൾ മര്യാദയ്ക്ക് ഒരു എക്കണോമിക്കലി സ്പീഡിൽ ഓടിച്ചാൽ നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പം ഓടിച്ചുകൊണ്ടിരിക്കുന്നത് മാക്സിമം നമ്മളിപ്പോൾ കയറിയത് ഒരു 60 വരെ കയറിയായിരുന്നു. ഒരു 55-50 ആ സ്പീഡിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു 60 വരെയൊക്കെ കയറി, ഓവർടേക്കിങ് അങ്ങനത്തെ സമയത്തൊക്കെ 60 ഒക്കെ കയറുന്നുള്ളൂ. അല്ലാതെ റാഷായിട്ട് നമ്മൾ ഓടിക്കുന്നില്ല. ഓക്കെ ഗായ്സ്, ദേ നമ്മൾ മണർകാട് എത്തി കേട്ടോ. ഇപ്പോൾ നമ്മുടെ വണ്ടി 43.8 44 ഇപ്പോൾ ആവും. അത്ര ഓടി. നല്ല അത്യാവശ്യം നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ വെയിലാണ് സഹിക്കാൻ പറ്റാത്തത്. നമുക്ക് പോയി നോക്കാം എവിടം വരെ പോകുന്നു. എന്തോ ആക്സിഡൻ്റ് ആണ് ഗായ്സ്, അതാണ് ഇവിടെ വണ്ടിയുടെ തിരക്ക്. ചേച്ചി ഓടിച്ച് ആക്റ്റീവ പോയി തട്ടിയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഗായ്സ് ഇവിടെ തിരക്ക് വന്നത്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ബ്ലോക്കിൻ്റെ അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ലായിരുന്നു. അതിൻ്റേതായിരിക്കും. അപ്പോൾ എല്ലാവരും വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചോടിക്കണം. പിന്നെ ഹെൽമെറ്റ് കറക്റ്റ് രണ്ടുപേരും ധരിച്ചിരിക്കണം. അതായത് നമ്മുടെ കൂടെയുള്ള അനിയനാണെങ്കിൽ തന്നെ ഇപ്പം ആ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഗായ്സ്. എല്ലാവരും സേഫ്റ്റി ആയിട്ട് വണ്ടി ഓടിക്കണം. അല്ലാതെ നമ്മുടെ മുഖം കാണിച്ച് ഒരു ഷോ ഓഫ് നടത്താനൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും അഥവാ നമുക്ക് പറ്റിപ്പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഹെൽമെറ്റ്, അതുപോലെ ലോങ് ഒക്കെ പോകുമ്പം എല്ലാവർക്കും റൈഡിങ് ഗിയേഴ്സ് കാണണമെന്നില്ലല്ലോ. എൻ്റെ ഇപ്പോൾ റൈഡിങ് ഗിയർ ഒന്നുമല്ല, ആകെ ഈ ഗ്ലൗസും ഹെൽമെറ്റും മാത്രമേ ഉള്ളൂ. ബാക്കി എന്താ ഈ ജാക്കറ്റൊക്കെ സാധാ തുണിയുടെയാണ്, ആർമർ ജാക്കറ്റൊന്നുമല്ല. അപ്പോൾ മാക്സിമം എല്ലാവരും ഉള്ളവരെല്ലാം ഇടണം. ഇപ്പോൾ പൈസ ഇല്ലാത്തവരോട് നമുക്ക് മേടിച്ചിടണം, അത് നിർബന്ധമായിട്ട് ഇടണമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എങ്ങനെയാണ് ഹെൽമെറ്റ് ഉറപ്പായിട്ടും എല്ലാവരും വെച്ചിരിക്കണം. എൻ്റെ സബ്സ്ക്രൈബർ മച്ചാന്മാർ ഉറപ്പായിട്ട് ഹെൽമെറ്റ് വെച്ചിരിക്കണം എല്ലാവരും. ഓക്കെ, നമുക്ക് നോക്കാം എവിടം വരെ വണ്ടി പോകുന്നു. 44.9 ആയി. 45 ഗൈസ്. നമുക്ക് പോയി നോക്കാം എവിടം വരെ വണ്ടി തെറിക്കുമെന്ന്. ഞാൻ പറഞ്ഞ പോലെ 45 മേളിൽ മൈലേജ് എങ്ങനെയാണല്ലോ ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആക്ച്വൽ കറക്റ്റ് മൈലേജ് നമുക്കിപ്പോൾ പറയാൻ വണ്ടി ഒന്ന് ഓഫ് ആകട്ടെ എവിടം വരെയും ചെന്ന്. ഇപ്പോൾ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം എത്ര മൈലേജ് കിട്ടുമെന്ന്. ഞാൻ പറഞ്ഞത് തെറ്റൊന്നുമില്ല, 45 മേളിൽ പോകുന്നുണ്ട്. ഓക്കെ ഗായ്സ്, അപ്പോൾ കുറച്ചും കൂടെ പോയിട്ട് നമുക്ക് കാണിച്ചു തരാം. എൻ്റെ പൊന്നു ഗായ്സ്, കഞ്ഞിക്കുഴി എത്തിയപ്പോൾ അത്യാവശ്യം നല്ല ബ്ലോക്കുണ്ട്. അത്യാവശ്യം നല്ല ബ്ലോക്കല്ല, നല്ല ബ്ലോക്കുണ്ട്. നമുക്ക് ഇങ്ങനെയൊക്കെ കയറി പോകാനേ പറ്റത്തുള്ളൂ. അപ്പോൾ 48.5 കിലോമീറ്ററായി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഓ, അതിനിടയ്ക്ക് ഇതേ ഒരു കാറുകാരൻ. ആയിസപ്പതേ നമ്മുടെ വണ്ടി 49 കിലോമീറ്റർ ആയി. ഞാൻ പറഞ്ഞ പോലെ 45 മേളിൽ കയറി. ഇപ്പം എവിടം വരെയും പോയി ഓഫ് ആവുമെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് കറക്റ്റ് ഒരു മൈലേജിൻ്റെ ഇത് ഞാൻ പറയാം. ഇതിപ്പം ഇത് കുറച്ച് പോയ റോഡൊക്കെയാണ്.
അതുപോലെ ടോക്കും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പില്ലിയനെ വെച്ചാണ് നമ്മൾ മൈലേജ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ട്. അല്ലാതെ നമ്മൾ സിംഗിളായിട്ട് ഒറ്റയ്ക്കല്ല നമ്മൾ മൈലേജ് ടെസ്റ്റ് നടത്തുന്നത്. പില്ലിയനെയും വെച്ച് കിട്ടുന്ന ഒരു മൈലേജാണ് നമ്മൾ പറയുന്നത്. ഇവിടെ റെയിൽവേ ക്രോസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ വഴി വന്നിട്ടില്ല, ഇപ്പോൾ ഷോർട്ട് കട്ട് ചുമ്മാ ജസ്റ്റ് ചാടി വന്നാണ്. ഹായ് റെയിൽവേ ക്രോസ് കൊള്ളാം കേട്ടോ. മച്ചാമാരെ ദേ നമ്മുടെ വണ്ടി 50.2 50 കിലോമീറ്ററായി ഗായ്സ്. ഓ ഗോഡ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു 45 കൂടുതൽ കിട്ടുമെന്നാണ് ഞാനൊരു പ്രതീക്ഷയിൽ വെച്ചത്. ഇതിപ്പോൾ 50.3 അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ദേ മൈലേജ് നല്ല രീതിയിൽ വണ്ടിക്ക് കിട്ടുന്നുണ്ട് 220 കാർബറേറ്റർ വെച്ച്. ഇപ്പോൾ നമ്മൾ വന്ന വഴി തന്നെ അത്യാവശ്യം ബ്ലോക്കും ഉണ്ടായിരുന്നു, അതുപോലെ കട്ടറൊക്കെ ഉള്ള ഒരു റോഡായിരുന്നു. എന്നിട്ടും ദേ 50.4 ഇത് നമ്മുടെ ചെയിൻ്റെ കണ്ടീഷനാണ് അതിലും കോമഡി. കാരണം ചെയിൻ അത്ര ക്ലീൻ അല്ല. ജസ്റ്റ് എന്താ നമ്മൾ ശരിക്കും ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒരു കുറച്ച് ഡേർട്ടൊക്കെ ഉണ്ട്. ആ ലെവലിൽ ഓടിച്ചിട്ട് നമുക്ക് ഇത്രയും കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്ലീൻ ആക്കി നല്ല സെറ്റായിട്ട് ഓടിക്കുവാണെങ്കിൽ നമുക്ക് ഇനിയും മൈലേജ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും ദേ വണ്ടി ഓഫായിട്ടില്ല, 50.7 51 ആവാറായി. നമുക്ക് നോക്കാം എത്ര വരെ എത്തുമെന്ന്. ദേ 51.1 ഗായ്സ്. പോളി മൈലേജ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഓടി നോക്കാം ഗായ്സ്. അപ്പോൾ എത്ര വരെയും കിട്ടും മൈലേജ് കിട്ടും നമുക്ക് കുറച്ചും കൂടി ഓടി നോക്കാം. ഓഫ് ആകുന്ന വരെ ഞാൻ വണ്ടി ഓടിക്കും. ഇപ്പോൾ നമ്മൾ മുണ്ടക്കയത്ത് നിന്ന് തുടങ്ങിയതാണ്, കോട്ടയം എത്തി. നമ്മൾ പള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്. ഇത് 51 കിലോമീറ്റർ ആയി ഇപ്പോൾ വണ്ടി. ഓഫ് ആകുന്നിടത്ത് ഞാൻ എൻ്റെ വീഡിയോ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കാം ഗായ്സ്. ഓക്കെ അച്ഛന്മാരേ, നമ്മുടെ 52.8 ഒരു വണ്ടി ഒരു വലിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, തുമ്മലും ചീറ്റലൊക്കെ തുടങ്ങി. നമുക്ക് നോക്കാം ഇത് എവിടം വരെ ഓടുമെന്ന്. 52.9 53 ആകുന്നു. കറക്റ്റ് നമുക്ക് വണ്ടി ഓഫ് ആകുന്നിടത്ത് നമുക്ക് സംസാരിക്കാം. വണ്ടി ഇതേ നല്ലപോലെ മടുപ്പ് കാണിച്ചു തുടങ്ങി ഗായ്സ്. 54 കിലോമീറ്ററായി. 54.1 വണ്ടി നല്ലപോലെ മടുപ്പ് കാണിക്കുന്നുണ്ട്. ഓക്കെ ദേ ഗായ്സ്, പെട്രോൾ ദേ തീർന്നു ഗായ്സ്. പെട്രോൾ തീർന്നു. ഓക്കെ ദേ വണ്ടി നമ്മൾ ഒതുക്കി. അപ്പം നമുക്ക് കിട്ടിയ മൈലേജ് എന്ന് പറഞ്ഞാൽ വെയിൽ കാരണം നിങ്ങൾക്ക് കാണത്തില്ലായിരിക്കും, ലൈറ്റിട്ട് കാണിക്കാം. 54.4 കിലോമീറ്റർ മൈലേജ് നമുക്ക് കിട്ടി. അപ്പോൾ നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം അപ്പോൾ ഗായ്സ് ദേ നമുക്ക് 54.4 കിലോമീറ്റർ മൈലേജ് കിട്ടി 1 ലിറ്റർ പെട്രോളിൽ 220 കാർബറേറ്റർ വെച്ചാൽ കിട്ടും. അടിപൊളി ഒരു മൈലേജാണ്. ഇപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ എന്താ ചെയിനൊക്കെ കറക്റ്റൊക്കെ സെറ്റ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ ഇതിലും മൈലേജ് കിട്ടും. ഇതിപ്പോൾ ഞാൻ ചെയിനൊന്നും കറക്റ്റ് ക്ലീൻ ആക്കിയിട്ടില്ല, എന്നാലും എനിക്ക് സന്തോഷമുണ്ട്. ഇത് 54.4 കിലോമീറ്റർ FC അപ്പോൾ ഗായ്സ് നിങ്ങൾ കുറേ സബ്സ്ക്രൈബർ മച്ചാന്മാർ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, കറക്റ്റ് ഒരു മൈലേജ് അല്ലെങ്കിൽ മൈലേജ് ടെസ്റ്റ് ചെയ്യാവോ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്, 54.4 കിലോമീറ്റർ. അപ്പോൾ ഓക്കെ ഗായ്സ്, ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.